നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ജമ്മു കാശ്മീർ നൗഗാം പോലീസ് സ്റ്റേഷനിൽ രാവിലെ ഉണ്ടായ സ്ഫോടനം ചെങ്കോട്ടയിൽ നടന്നതിൻ്റെ തുടർച്ചയാണോ എന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായതാണെന്ന് പറയുന്നു. പക്ഷെ അവിടെയൊക്കെ സംശയങ്ങളാണ് വരുന്നത്. എങ്ങനെയാണ് സ്വാഭാവികമായിട്ടൊരു സ്ഫോടനം അവിടെ ഉണ്ടാകുന്നത്? ബോംബ് ഈ സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ പരിശോധിക്കേണ്ടടുത്ത് എങ്ങനെയാണ് പോലീസുകാർ പരിശോധിച്ചത്? അല്ലെങ്കിൽ എത്തരത്തിലാണ് ഈ സ്ഫോടനം പെട്ടെന്ന് ഉണ്ടായത്? കാരണം ഒരു ബോംബ് നിർമ്മിത സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അത്തരത്തിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുമ്പം സൂക്ഷ്മതയോടെ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? മറ്റേതെങ്കിലും അട്ടിമറി ഉണ്ടായോ? ആദ്യമൊക്കെ അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഈ സ്ഫോടക വസ്തുക്കളുടെ തീവ്രത അതാണ് നമ്മെ അമ്പരപ്പിക്കുന്നത്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിലാണ്. സ്ഫോടനത്തിൽ ചില മൃതദേഹ അവശിഷ്ടങ്ങൾ 300 മീറ്റർ അകലേക്ക് തെറിച്ചുപോയി എന്ന്. 300 മീറ്റർ. അപ്പോൾ അത്രയധികം ശക്തിയുള്ള സ്ഫോടനമാണ് അവിടെ നടന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത് ആ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്ത വ്യക്തികളെക്കുറിച്ചാണ്. നമ്മൾ മറ്റൊരു വാർത്ത കൂടി ഇവിടെ ചേർത്ത് വായിക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഉമർ നബി, അയാൾ ചെങ്കോട്ടയിൽ ഈ വൻ സ്ഫോടനം നടത്തുന്നതിന് മുൻപ് അവിടെ ഒരു പാർക്കിംഗ് ലോട്ടിൽ 3 മണിക്കൂറോളം ചെലവിട്ടിരുന്നു. ഇപ്പോൾ ഫോറൻസിക് പരിശോധിച്ചപ്പോൾ ചില അതിനിർണായകമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ പാർക്കിംഗ് ലോട്ടിൽ ഇരുന്ന് ഇയാൾ ബോംബ് നിർമ്മിക്കുകയായിരുന്നുവെന്ന ഒരു വിവരമാണ്. പാർക്കിംഗ് ലോട്ടിൽ എന്തിനാണ് ഈ 3 മണിക്കൂർ ചെലവിട്ടത് എന്ന സംശയം തുടക്കത്തിൽ ശക്തമായിരുന്നു. പക്ഷേ ഇയാളെപ്പോലൊരു ബോംബ് നിർമ്മാണ വിദഗ്ധന് 5 മുതൽ 10 മിനിറ്റ് സമയം കൊണ്ട് അയാളുടെ കയ്യിലിരിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ വെച്ചൊരു ബോംബ് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ഉമർ നബി ആ പാർക്കിംഗ് ലോട്ടിലിരുന്ന് നിർമ്മിച്ച ബോംബാണ് പിന്നീട് പൊട്ടിത്തെറിച്ചത്. സ്വാഭാവികമായി ആദ്യം അപകടം എന്ന തലത്തിൽ നിഗമനത്തിലെത്തിയ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അവരുടെ കണ്ടെത്തലുകളിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സ്ഫോടക വസ്തുക്കളുടെ ഭയാനകമായ പ്രഹരശേഷിയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അത് ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ നമ്മൾ കണ്ടു. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ മറ്റൊരു വാർത്ത കൂടി ഇന്ന് റിപ്പബ്ലിക് TV ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്, താഴെ മെട്രോ സ്റ്റേഷൻ 40 മീറ്റർ താഴെ ആ മെട്രോ സ്റ്റേഷനിൽ പോലും വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്നാണ്. ചീളുകൾ തെറിക്കാതെ, കുപ്പിച്ചില്ലുകൾ തെറിക്കാതെ, ആണിയൊന്നും ഉപയോഗിക്കാതെ പ്രാകൃതമായ തലത്തിലുള്ള ബോംബ് നിർമ്മാണ രീതികളിൽ നിന്നൊക്കെ മാറി ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ബോംബ് നിർമ്മാണം. അവിടെയാണ് ഈ ബോംബ് നിർമ്മാണം ഇവർ എങ്ങനെ സാധ്യമാക്കി എന്നതിൻ്റെ വിവരങ്ങൾ കൂടി ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും NIA പേരിൽ പുറത്തു വന്നിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ അത് വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നേരത്തെ ഫരീദാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിടിയിലായ 4 ഡോക്ടർമാർ. ആ ഡോക്ടർമാരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടി. ഇപ്പോൾ ഏകദേശം 8ഓളം ഡോക്ടർമാരെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പിടിയിലായ 3 ഡോക്ടർമാർ, അതിലൊരാൾ ഉമർ നബി കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള 3 പേർ എങ്ങനെയാണ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് എന്നതിൻ്റെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. അവർ നേരത്തെ അഫ്ഗാനിലേക്ക് യാത്ര ചെയ്തിരുന്നു. പിന്നീട് ഒരിക്കൽ തുർക്കിയിലെത്തി അഫ്ഗാനിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു വിദേശകാരൻ്റെ റുക്കാസ ഇവർക്ക് വേണ്ട ബോംബ് നിർമ്മാണ പരിശീലനം നൽകി. ആദ്യം അഫ്ഗാനിലെത്തി പ്രാഥമിക പരിശീലനം നേടിയിരുന്നു. പിന്നീട് തുർക്കിയിലെത്തി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്ന് വീണ്ടും അഫ്ഗാനിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു. പക്ഷെ തുർക്കിയിൽ നിന്ന് അഫ്ഗാനിലേക്ക് അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്ത്യയിലെത്തി ഉക്കാസയുമായി ബന്ധപ്പെട്ടപ്പോൾ ഓൺലൈനായി പരിശീലനം നൽകി. അപ്പോൾ വളരെ വിദഗ്ധമായ പരിശീലനം ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾക്ക് ബോംബ് നിർമ്മാണത്തിൽ ലഭിക്കുന്നു. അതിൻ്റെ ഒരു പരിശീലന വേദിയായി അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ 13-ാം നമ്പർ മുറിയും 17-ാം നമ്പർ മുറിയും അവർ ഉപയോഗപ്പെടുത്തുന്നു. തുടർന്ന് ഭാരതത്തെ നടുക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് ഇവർ പദ്ധതിയിരുന്നു. അതിൻ്റെ എല്ലാം വിശദാംശങ്ങളാണ്. ഇപ്പോൾ നിരവധി ഡോക്ടർമാർ, ഇപ്പോൾ കാശ്മീരിൽ നിന്ന് മുൻപ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഡോക്ടർ, അയാളെയും അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജോലിക്കെടുത്തിരുന്നു. അയാൾ ഇന്ത്യയിലെ ടെററിസത്തിന് ഒരു ടൈം ബോംബ് എന്നുള്ള ഒരു നിലയിലാണ് അന്ന് കാശ്മീരിലെ പോലീസ് അയാളെ വിശേഷിപ്പിച്ചത്. ഒരു കാരണവശാലും സർക്കാർ സംവിധാനങ്ങളിലേക്ക് അയാളെ ജോലിക്ക് കയറ്റരുത്, അയാളെ സദാസമയവും അന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയ കഥാപാത്രമാണ്. അപ്പോൾ അയാളെ ഉൾപ്പെടെ അൽഫലാഖിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെങ്കിൽ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾക്കിട വരുന്നു.
ഇപ്പോൾ NIA അൽഫലാഖ് യൂണിവേഴ്സിറ്റിയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി അങ്ങോട്ടേക്ക് ഒരു സന്ദർശകരെയും അനുവദിക്കാതെ കർശന പരിശോധനകൾ നടത്തി യൂണിവേഴ്സിറ്റിയിൽ തുടർ റെയ്ഡുകൾ നടത്തുന്നു. യൂണിവേഴ്സിറ്റിയിൽ വലിയ പരിശോധനകൾ നടത്തുന്നു. ക്യാമ്പസുകളിൽ എവിടെയെങ്കിലും സ്ഫോടക വസ്തുക്കൾ കുഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഒരു ഭീകര ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി, ഈ ഡോക്ടർമാർ, അവരുടെ ഒരു പ്രൊഫഷണൽ കഴിവുകൾ, അവരുടെ ബുദ്ധി, IQ ലെവൽ, ഈ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്ത് വേണം നമ്മൾ നൗഗ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ. നേരത്തെ 2900 കിലോ സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിൽ നിന്ന് കണ്ടെടുക്കുന്നു. ഒറിജിനലി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാശ്മീർ പോലീസാണ്, ജമ്മു കാശ്മീർ പോലീസാണ്. അതുകൊണ്ട് തന്നെ ശ്രീനഗറിലേക്ക് അവർ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നു. സ്ഫോടക വസ്തുക്കൾ വളരെ വിദഗ്ധരായ ഫോറൻസിക് വിദഗ്ധരുണ്ട്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകളുണ്ട്, പോലീസുകാരുണ്ട്. ഇവരൊക്കെ ഈ നൗഗ പോലീസ് സ്റ്റേഷനിലുണ്ട്. രാത്രി 11:30-ക്കാണിത് പൊട്ടിത്തെറിക്കുന്നത്, സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ പ്രാഥമികമായ വാർത്തകൾ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ഫോടനം നടന്നു എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ ടെററിസ്റ്റുകൾ തെളിവ് നശിപ്പിക്കാൻ ആക്രമണം നടത്തിയിരിക്കാം, തിരിച്ചടിച്ചിരിക്കാം എന്നൊക്കെയുള്ള തലത്തിലായിരുന്നു ആദ്യ വാർത്തകൾ. പക്ഷെ പിന്നീടുള്ള പരിശോധനയിൽ ഈ അമോണിയം നൈട്രേറ്റ്, അതിൻ്റെ ഈ സ്ഫോടക വസ്തുക്കൾ കൂടുതൽ ശക്തിയുള്ളതാക്കാനുള്ള എണ്ണ, അതിൻ്റെ മറ്റു രാസവസ്തുക്കൾ, ഇവയൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നില്ല വെച്ചത്, ക്രമീകരിച്ച തലത്തിലായിരുന്നുവെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. വളരെ വ്യക്തമായി ക്രമീകരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫരീദാബാദിൽ അവർ ഈ സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കി വെച്ചിരുന്നു. ഇപ്പോൾ നൗഗ പോലീസ് സ്റ്റേഷനിലെ ആ പൊട്ടിത്തെറി നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്നു. കാരണം നിരപരാധികളായ ഫോറൻസിക് വിദഗ്ധർ, പോലീസുകാർ, ഒരുപാട് പേർക്ക് 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഈ സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയെ തകർക്കാൻ ഉദ്ദേശിച്ച് ഇവർ ആസൂത്രണം ചെയ്തതായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ഒരു കൂടുതൽ തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 വിദേശ ഹാൻഡ്ലർമാരെ ഇന്ത്യ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളെ എങ്ങനെ ഈ ഭീകര മോഡ്യൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗമാണ്. അപ്പോൾ അത് നാളിതുവരെ ശ്രീനഗർ, കാശ്മീർ കേന്ദ്രീകരിച്ച് നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ വളരെ തന്ത്രപരമായി പറിച്ചു നടന്നു. അതിന് ആഗോള ഭീകര ശൃംഖലയുമായി നേരിട്ട് ബന്ധമുറപ്പിക്കുന്നു. ആഗോള ഭീകര ശൃംഖലയുമായി ബന്ധമുറപ്പിക്കുന്നത് നിസ്സാരക്കാരോ വാടകക്കൊലയാളികളോ കാശ്മീരിൽ തൊഴിലില്ലാതെ അലയുന്ന യുവാക്കളോ അല്ല. അതിനു പകരം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ നികുതിപ്പണം ഉപയോഗിച്ച് വലിയ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച ഒട്ടനവധി ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും ഒക്കെ കോർത്തിണക്കിയ ഒരു വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം. അപ്പോൾ ഈ ഡോക്ടർമാരെ സംബന്ധിച്ച് ബോംബ് നിർമ്മാണത്തിൽ അവർക്ക് വൈദഗ്ധ്യം ലഭിക്കുന്നു. അവരുടെ ഒരു പ്രൊഫഷണൽ ബന്ധങ്ങൾ ഉപയോഗിച്ച് പല സെഗ്മെൻറ്റുകളിലേക്കും അവർ കടന്നു ചെല്ലുന്നു, പല മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നു. അവിടെയൊക്കെ അവരവരുടേതായ വിങ്സ് രൂപീകരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ ഏറ്റവും ശക്തമായ ഒരു നെറ്റ്വർക്കിലാണ് അവർ രൂപം കൊടുത്തത്. മറുവശത്ത് ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം ഡോക്ടർ ഷഹീം സെയ്ദിനെ പോലെയുള്ളവരെ ഉപയോഗിച്ച് അവർ ക്രമീകരിക്കുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ശ്രീനഗറിലെ ഒരു ഉറുദു പോസ്റ്ററിൽ നിന്ന് ആരംഭിച്ച ഈ വേട്ട ഇപ്പോൾ അതിശക്തമായ തലത്തിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഏറ്റെടുക്കുകയും ഒടുവിൽ ഭീകര മോഡ്യൂളുകളെ നിർവീര്യമാക്കുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രൊഫഷണലുകളെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് പകർന്നു കിട്ടുന്നത് അതിനിർണായകമായ ഇന്ത്യ നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇത്തരം വാർത്തകൾ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു. കാരണം നമുക്ക് ചുറ്റുമുള്ള ഈ ഭീകര ശൃംഖലയുടെ വേരുകൾ, ഈ ഭീകര ശൃംഖലയുടെ ചിലത്തിവലകൾ എവിടെയൊക്കെ എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്, ചിന്തിപ്പിക്കുന്നത്. കുറച്ചുകൂടെ കൂടുതൽ ഡോക്ടേഴ്സിനെയൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കൊക്കെയാണ് പോകുന്നത്. ഒരുപക്ഷെ രാജ്യം തന്നെ ഞെട്ടുന്ന തരത്തിലാണ് ഈ ഒരു വൈറ്റ് കോളർ ഭീകരത അറിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഈ നൗഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു സ്ഫോടനം ഒരുപക്ഷെ അവിടെ ക്രമീകരിച്ചതാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം അതിനകത്ത് രക്ഷപ്പെട്ടവരാണ് ഇത്തരത്തിൽ പറഞ്ഞത്.
മറ്റേതെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ളത് കൂടി ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ ആരായുന്നുണ്ട്. അല്ല, ഇതുവരെ വന്ന വിവരങ്ങൾ അപ്പോൾ നിരവധി പേർ മരണപ്പെട്ടു. അതെ, ഇതുവരെ വന്ന വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അട്ടിമറി എന്നതിനേക്കാൾ കൂടുതൽ അപകടമാണ് നടന്നത്. കാരണം അവർ ഈ സ്ഫോടക വസ്തുക്കൾ തന്നെ കൈകാര്യം ചെയ്യുകയായിരുന്നു, നിർവീര്യമാക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. അപ്പോൾ എത്രത്തോളം അപകടകരമാണ് അവർ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ, അതാണ് അതിൻ്റെ ഏറ്റവും ഭയാനകമായ വശം. മറുവശത്ത് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെയാണ്. എത്രത്തോളം ഇന്ത്യയെ ഭയപ്പെടുത്താമായിരുന്ന, എത്രത്തോളം ഇന്ത്യയെ തളർത്താമായിരുന്ന സ്ഫോടന പരമ്പരകൾക്കാണ് അവർ തുടക്കമിട്ടത്. ഇന്ന് റിപ്പബ്ലിക് ടിവിയുടെ ഒരു വിശദമായ റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിൽ പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് പദ്ധതി ഇട്ടിരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക, ജനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക. നേരത്തെയൊക്കെ ഭീകരർ പദ്ധതി ഇട്ടിരുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ, സർക്കാർ മുദ്രകൾക്ക് നേരെയുള്ള പ്രതീകാത്മക ആക്രമണങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരെ നേരിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു. ഇക്കുറി അവർ സാധാരണ ജനങ്ങളിലേക്ക്, ഇപ്പോൾ ചാന്ദിനി ചൗക്ക് അല്ലെങ്കിൽ ചെങ്കോട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റുകൾ വിഭാവനം ചെയ്ത ആക്രമണ സൈറ്റുകളൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് നിവർന്നു നിൽക്കുന്ന മേഖലകളായിരുന്നു. നമ്മളതിൻ്റെ വിശദമായൊരു റിപ്പോർട്ട് കണ്ടിരുന്നു. ചില മതപരമായ അശ്രദ്ധ പോലെയുള്ള ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ ഒരു ആക്രമണ പദ്ധതി വിജയിപ്പിക്കാൻ ഈ ഭീകരർക്ക് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിനെ ബാധിക്കും. ഇന്ത്യ അത് വല്ലാണ്ട് ഉലച്ചുകളെ, സാമ്പത്തികമായ ഉലച്ചുകളെ. അതൊക്കെ കണക്കൂട്ടിയുള്ള വലിയ വിശാല ആക്രമണമാണ്. അതിനുവേണ്ടിയാണ് ഇവർ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ അല്ലെങ്കിൽ ഈ പ്രൊഫഷണലുകളെ മുഖ്യമായി ആശ്രയിച്ചത്. തീർച്ചയായിട്ടും വരുന്ന വിവരങ്ങളും അത്ര ഏറെ ഞെട്ടിക്കുന്നതാണ്. ഓരോന്നിനെയും തൂത്തുവാരി തന്നെ എന്നെ എടുക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസി എത്രമാത്രം വിപുലമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ അടിത്തറ വരെ മാന്തിയെടുത്ത് കൊണ്ടുവരണം, ഇതില്ലായ്മ ചെയ്യണം. ഭീകരവാദം ഒരിക്കലും ഒരു രാജ്യത്തിന് നന്മയിലേക്കല്ല, അതിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പഠനത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ ഓരോ വ്യക്തികളും ഒരു പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ജനം ഇതിന് മുന്നിട്ടിറങ്ങി നിൽക്കുന്നു. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സംശയം പോലും അവരിലേക്ക് അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.